ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് മാരുതി ആൾട്ടോ 800. അപ്പോൾ ഈ വണ്ടി ഒരുപാട് കാലമായിട്ട് പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെച്ചതുകൊണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ബോഡി ഒക്കെ കംപ്ലീറ്റ് നാശമായിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുമാതിരി ഒരു നരച്ച കളറാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ മാത്രമല്ല ഒരുപാട് സോൾ മാർക്സ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പണികളുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റബ്ബിംഗ് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഗ്ലേസുമാണ്. നിങ്ങൾക്കറിയാം Q4 കാർ കെയറിൻ്റെ നമ്മൾ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവറിനെ പറ്റി നല്ല രീതിയിലുള്ളൊരു റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ 2 പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഒന്ന് റബ്ബിംഗ് പവർ കട്ട് എന്ന് പറയുന്ന റബ്ബിംഗ് കോമ്പൗണ്ടും അതുപോലെ തന്നെ പ്രീമിയം ഗ്ലേസ് എന്ന് പറയുന്ന ഒരു ഗ്ലേസുമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി കംപ്ലീറ്റ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മളുടെ പവർ കട്ട് റബ്ബിംഗ് കോമ്പൗണ്ട് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഡുവൽ ആക്ഷൻ മെഷീനാണ് യൂസ് ചെയ്യാറ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റെൻഫോർഡിൻ്റെ ഒരു മിനി റോട്ടറി പൊളിഷാണ് യൂസ് ചെയ്യുന്നത്. തന്നെ ഞാനത് യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് ഒരു ബാക്കിംഗ് പ്ലേറ്റ് ആണ്, 5 ഇഞ്ച് ബാക്കിംഗ് പ്ലേറ്റ്. അതുപോലെ മാക്സ് ഷൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മീഡിയം ഹെക്സ് കട്ട് പാഡുമാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറിൽ വരുന്ന ഒരു ഹെക്സ് കട്ട് പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മീഡിയം പാഡ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാരുതിയുടെ പെയിൻറ്റും ക്ലിയർ കോട്ടും എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സോഫ്റ്റർ സൈഡിലാണ് ഇതിൻ്റെ ക്ലിയർ കോട്ടും പെയിൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഹെവി കട്ടിങ് പാഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് മീഡിയം കട്ട് പാഡ് മതിയാവും. അപ്പോൾ നമ്മളുടെ ബാക്കിംഗ് പ്ലേറ്റ് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു നമ്മളുടെ Q4 കാർ കെയറിൻ്റെ പവർ കട്ട് പ്രൊഫഷണൽ റബ്ബിംഗ് കോമ്പൗണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം നമുക്കിത് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1500 ഗ്രിറ്റ് മുതൽ 2500 ഗ്രിറ്റിൻ്റെ സ്റ്റാൻഡിങ് മാർക്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഡുവൽ ആക്ഷൻ മെഷീനിനേക്കാളും കൂടുതൽ റോട്ടറിയിലാണ് എനിക്ക് ഇതിനൊരു എഫക്റ്റ് കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ റോട്ടറി മെഷീൻ യൂസ് ചെയ്യുന്നത്. ഡുവൽ ആക്ഷൻ മെഷീനിലും ചെയ്യാത്ത പ്രശ്നമൊന്നുമില്ല, 2 മെഷീനിലും വർക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് വർക്കിംഗ് തോന്നിയത് നമ്മളെ റോട്ടറി മെഷീനിലാണ്. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നല്ലപോലെ ബോട്ടിൽ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ആദ്യം പാഡൊന്ന് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പോളിഷ് നമുക്ക് എടുക്കാം, കോമ്പൗണ്ട് എടുക്കാം. പുതിയ പാഡാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രൈം ചെയ്യുന്നത്. പാഡ് പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ പോളിഷ് എടുത്തതിന് ശേഷം കോമ്പൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ സ്പീഡ് ഓൾമോസ്റ്റ് ഒരു 1000 to 1500 RPMൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മെഷീൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു 2.5 അതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാനലിൻ്റെ മുകളിൽ നമ്മൾ വെച്ചതിന് ശേഷം ഓൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു 4-5 ഡ്രോപ്പ് നമുക്ക് പോളിഷ് എടുക്കാം. ഒന്ന് നമ്മുടെ പാനലിൻ്റെ മുകളിൽ റബ്ബിംഗ് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് സ്പീഡ് 3-ലിടാം. വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ് കൊടുക്കാം. നമ്മൾ റോട്ടറി മെഷീൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും മെഷീൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് പ്രഷർ നമ്മൾ കൊടുക്കരുത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാഡ് ഓവറായിട്ട് ഹീറ്റാവും, മെഷീൻ സ്റ്റോൾ ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഹാൻഡ് മൂവ്മെൻറ്റിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു സ്പീഡിൽ നമ്മുടെ മെഷീൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരാം. റോട്ടറി മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ പാനൽ പെട്ടെന്ന് ഹീറ്റാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരുപാട് പ്രഷർ നമ്മൾ മെഷീൻ്റെ മുകളിൽ കൊടുക്കരുത്. ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം
നമ്മൾ മെഷീൻ വെക്കാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ കട്ടാവുന്നുണ്ട്. അത് കാണുന്നുണ്ടോ എന്നറിയില്ല. നല്ല രീതിയിൽ കട്ടായി വരുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് അതുപോലെ തന്നെ ഒരു പാസും കൂടെ ചെയ്യാം. ഫാനിൽ വലിയ ഹീറ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഹീറ്റായി കഴിഞ്ഞ സമയത്താണ് നമ്മളുടെ പെയിൻറ്റ് കട്ടാവുകയും ഉള്ളോട്ട് ബേൺ ത്രൂ ആയി പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ റോട്ടറി മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് മൈക്രോ ഫൈബർ വെച്ചിട്ട് അതിൻ്റെ റെസിഡ്യൂ തുടച്ചെടുക്കുക. ഓൾമോസ്റ്റ് സ്മൂത്തായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിന് ഞാനിപ്പോൾ ഒരു ഗുണം ഇതിനെ കാണുന്നതെന്ന് വെച്ചാൽ സാധാരണ കോമ്പൗണ്ടിനെ അപേക്ഷിച്ചിട്ട് പൊടി വളരെ കുറവാണ്, ഡസ്റ്റിങ് വളരെ കുറവാണ്. ശരിക്കും നമ്മൾ ബോഡി ഷോപ്പിലൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഗുണമാണ് ആ ഒരു പൊടിയില്ലാത്ത ഒരു കാര്യം. നമ്മൾ അടുത്ത പാനൽ ചെയ്യാം. അടുത്ത പാനലല്ല, അടുത്ത സെക്ഷൻ. ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇനി അതിൻ്റെ താഴെ നമ്മൾ പാഡ് കൊണ്ട് തന്നെ നമ്മൾ കോമ്പൗണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിടുക. അതിന് ശേഷം 2-3 ഡ്രോപ്പും കൂടെ കോമ്പൗണ്ട് നമ്മൾ മെഷീൻ്റെ മുകളിൽ എടുക്കുക. സ്പീഡ് നേരത്തെ പറഞ്ഞു 3 ആണ്. ഇതേപോലുള്ള എഡ്ജുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോട്ടറി മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് പവറും നമ്മൾ ഈ ഒരു എഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ പെയിൻറ്റ് മൊത്തത്തിൽ കട്ടായി പോകാനും ബേൺ ത്രൂ ആയിട്ട് നമ്മുടെ പെയിൻറ്റ് ബേസ് കോട്ട് വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോട്ടറി മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാക്കിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യുക. മാത്രമല്ല ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കരുത്. കോർണർ വരുന്ന സമയത്ത് ഇങ്ങനെ പോവാം, ഈ ഒരു ഏരിയ ഇങ്ങനെ പോവാം, ഇവിടെ ഇങ്ങനെ പോവാം. ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെറുതായിട്ടൊന്ന് കൈ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഭാഗത്ത് പാസ് പോകാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഈ ഭാഗത്ര ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആ സെൻറ്ററിൽ പ്രഷർ വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ മെഷീൻ ഒന്ന് കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു സിംഗിൾ പാസ് നമ്മൾ കൂടെ കൊടുക്കാം. അത് നമ്മൾ എഡ്ജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എഡ്ജിലാണ് നമുക്ക് എപ്പോഴും പെയിൻറ്റ് ബേണിങ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ബാക്കിയൊക്കെ നമ്മൾ ഹാൻഡ് ടെക്നിക്ക് തന്നെയാണ്. നമ്മൾ എഡ്ജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഈ ഭാഗത്തൊക്കെ നമുക്ക് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ബേൺ ആയി പോകുന്ന പ്രശ്നമില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് കുറേ കാലം നമ്മൾ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഴക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കത് ആ ഒരു മൈൻഡിലേക്ക് നമുക്കത് വരും. നല്ല രീതിയിൽ കട്ടാവുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ആ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ പോയിട്ടൊരു ഗ്ലേസിങ് നമുക്ക് വന്നു തുടങ്ങി. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനൽ റീപെയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിന് മുകളിലൊക്കെ ബബിൾസും ഡസ്റ്റൊക്കെ പെയിൻറ്റിങ് നല്ല പെയിൻറ്റിങ് അല്ലാത്തതുകൊണ്ട് ഡസ്റ്റൊക്കെ പറ്റി പിടിച്ചതിൻ്റെയൊക്കെ ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റബ്ബിങ് ചെയ്തപ്പോഴാണ് ഇത് കൂടുതലും ശ്രദ്ധയിൽ പെടുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗമാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പാസ് കട്ടിങ് ചെയ്ത ഭാഗമാണ്. കണ്ടില്ലേ, ഇവിടെ കുറച്ചൊരു ഫെയ്ഡിങ് ഉണ്ട്. ഈ ഭാഗം കുറച്ചൊരു ഗ്ലേസിങ് നമുക്ക് ഫസ്റ്റ് പാസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പാസും കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ പോവാണ്. കണ്ടാൽ അറിയാം, ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് ഞാനൊരു 3 ഇഞ്ച് ഹെവി കട്ട് പാഡും ഒരു 3 ഇഞ്ച് ബാക്കിംഗ് പ്ലേറ്റും ആയിട്ട് നമ്മളിത് മാറ്റാൻ പോവുകയാണ്. 5 ഇഞ്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ 3 ഇഞ്ച് ആക്കാൻ പോവുകയാണ്. നമ്മൾ സെക്കൻഡ് പാസ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് പാസ് ഇതിന് മുകളിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്താ നോക്കാം. രണ്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വൈപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവാം, നല്ല രീതിയിൽ നമുക്കത് ഇപ്പം തന്നെ നമ്മളെ കോമ്പൗണ്ട് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതാ ഒരു ഓക്സിഡൈസേഷനൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലേസിങ് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ തൊട്ടാൽ തന്നെ പറയുന്നുണ്ട് നല്ല സ്മൂത്തായിട്ടുണ്ട് സർഫേസ്. ഇപ്പോൾ കോമ്പൗണ്ടിൻ്റെ എഫക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കോമ്പൗണ്ട്സ് തന്നെ പറയാം.
ഞാൻ ഒരുപാട് കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി വളരെ കുറവാണ്. നമ്മളുടെ കോമ്പൗണ്ട് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമാണ് ഒന്ന് നല്ല രീതിയിൽ ചെറുതായിട്ട് പൊടി കാണുന്നത്. അല്ലാതെ നമുക്ക് തീരെ ഡസ്റ്റ് വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പില്ലേജ് വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ലിക്വിഡ് ഫോമാണ്. ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ഫോമല്ല, കുറച്ചൊരു തിക്നെസ് കുറവാണ് നമ്മളുടെ ഈ കോമ്പൗണ്ടിന്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. കണ്ടില്ലേ, നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നതാണ്. ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകളൊന്നും പോയിട്ടില്ല. പക്ഷേ കണ്ടില്ലേ, നമുക്കൊരു ക്ലാരിറ്റി, ഒരു പെയിൻറ്റിനൊരു ക്ലാരിറ്റി നമുക്ക് ഇതിന് മുകളിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മളുടെ കട്ടിങ് കോമ്പൗണ്ടിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്കൊരു ക്ലാരിറ്റി, അതായത് അതിൻ്റെ ആ ഒരു ഓക്സിഡൈസേഷൻ്റെ ആ ഒരു ഫെയ്ഡിങ് കളഞ്ഞിട്ട് നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരുന്നുള്ളതാണ് നമ്മൾ കട്ടിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലൈറ്റിൻ്റെ അതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലേസ് അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഗ്ലേസും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ശരിക്കും നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടി പറ്റും. പ്രീമിയം ഗ്ലേസ് നമ്മളിതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒരു പോളിമർ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ചെറിയതായിട്ടുള്ള, അതായത് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലുള്ള സോൾ മാർക്സ്, ലൈറ്റായിട്ടുള്ള സോൾ മാർക്സും കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പോവും. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു പാനലിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ, ഡെപ്ത് ഒന്ന് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പ്രീമിയം ഗ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിമർ പെയിൻറ്റ് പ്രൊട്ടക്ഷനാണ് നമ്മളിതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു PTFE, അതായത് ടെട്രാഫ്ലൂറോ എത്തിലീൻ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റ് സീലൻ്റാണിത്. പെയിൻറ്റ് സീലൻ്റ് തന്നെയാണത് സംഭവം. അതിനാണ് നമ്മൾ ഗ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അപ് ടു 6 months വരെ നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. നമ്മളിതിൻ്റെ മുകളിൽ പെയിൻറ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വാട്ടർ ബീഡിങ്, വാട്ടർ ഷീറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ് ടു 6 months വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഗ്ലേസും അതുപോലെ ഗ്ലേസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വാട്ടർ ബീഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലേസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഷൈൻമേറ്റിൻ്റെ ഒരു യെല്ലോ പാഡാണ്. ഇത് മീഡിയം ടു ഫൈൻ പാഡാണ്. നമുക്ക് ഈ പാഡ് മതിയാവും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊഡക്റ്റ് നല്ലപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം പാഡിന് മുകളിലേക്ക് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാം. എല്ലാ സ്ഥലത്തുനിന്ന് അപ്ലൈ ചെയ്തിടാം. സ്പീഡ് 2 അല്ലെങ്കിൽ 3 മതി. അപ്പോൾ 3 ആണ് സെറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 10 minutes ആയിട്ടുണ്ട്. നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. വാവ്, അടിപൊളി. അതിൻ്റെ കളറ് മൊത്തത്തിലൊന്ന് മാറിയ പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഡീപ്പ് റെഡായിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് കേട്ടോ. നല്ലൊരു ഗ്ലേസിങ് നമുക്ക് വന്നിട്ടുണ്ട്. ഓ, തിളങ്ങുന്നുണ്ടല്ലോ. അടിപൊളി. ഓ, സൂപ്പർ. വാവ്. ഓക്കെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ തിളക്കാൻ കണ്ട.
അടിപൊളി. വണ്ടിയുടെ ലുക്കനെ അങ്ങോട്ട് മാറിപ്പോയി. കണ്ടില്ലേ, നമ്മുടെ താഴെയുള്ള പാനലിൻ്റെ കളറും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇത് മാത്രമേ കോമ്പൗണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഗ്ലേസ് ഇട്ടപ്പോഴത്തേക്കും ആ ഗ്ലേസ് ശരിക്കും നല്ല ഗ്ലേസിങ് ഉണ്ട്. വേറെ തന്നെ ഒരു ലെവലായി. വണ്ടിയുടെ ആ ഒരു ഫെയ്ഡിങ് കാര്യങ്ങളൊക്കെ പോയി, ആ ഒരു മഞ്ഞ കളർ പോയി, നല്ല ഡീപ്പ് റെഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ആ കളറ് ശരിക്കും ഒരു കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടിപൊളി. ശരിക്കും പകൽ നോക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഇടയിൽ ഈ ഇൻറ്റീരിയർ ലൈറ്റിങ് നമുക്ക് അത്ര കൂടെ മനസ്സിലാവില്ല. ഞാൻ നാളെ പകലൊരു കുറച്ച് ഷോട്ട് എടുത്ത് കാണിക്കാം. ബാക്കി ഭാഗം കൂടെ ചെയ്തിട്ട് നമുക്ക് പകൽ അടിപൊളി കുറച്ച് ഷോട്ട് നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിക്കാം. മൊത്തം